നമസ്കാരം. നിലവാരം തകർക്കുന്ന ക്രമക്കേടുകൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മത്സര പരീക്ഷകളിലും നടക്കുന്ന അഴിമതിയും ക്രമക്കേടും ചോദ്യപേപ്പർ ചോർച്ചയും അടുത്ത കാലത്ത് വലിയ വിവാദമായിരുന്നു. കോപ്പിയടി പോലുള്ള പഴയകാല ക്രമക്കേടുകളുടെ സ്ഥാനത്ത് ചോദ്യപേപ്പർ അപ്പാടെ ചോരുകയും ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതുകയും ഒക്കെ ചെയ്യുന്ന കാലമാണിപ്പോൾ. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടാണ് ഇപ്പോൾ ഈ വിഷയം ചൂട് പിടിപ്പിച്ചതെങ്കിലും അതിന്റെ ചുവട് പിടിച്ച് നിരവധി ക്രമക്കേടുകൾ പുറത്തു വരുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് ചുമതലപ്പെട്ട പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ വിവാദത്തിലാവുന്നു. കേരള PSC ഈയിടെ നടത്തിയ പരീക്ഷകളിലെ ചോദ്യപേപ്പറിൽ നിരവധി പിഴവുകൾ കണ്ടെത്തിയതായി പരാതി ഉയർന്നിരുന്നു. ബിരുദധാരികൾക്കായി നീക്കിവെച്ചിട്ടുള്ള തസ്തികകളിലേക്ക് ഈയിടെ നടത്തിയ പ്രിലിമിനറി പരീക്ഷയിലെ ചോദ്യപേപ്പറിൽ നിരവധി തെറ്റുകളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ പരീക്ഷയുടെ 31 ചോദ്യങ്ങൾ റദ്ദാക്കിയെന്ന വിവരം ഏറെ ഗൗരവമുള്ളതാണ്. സിവിൽ സർവീസ് പരീക്ഷയുടെ നിലവാരത്തിലുള്ള പരീക്ഷയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ ഈ പരീക്ഷ എഴുതിയത്. 1 മാർക്കിന്റെ വ്യത്യാസം പോലും റാങ്ക് പട്ടികയിൽ മാറ്റമുണ്ടാക്കുമെന്നതിനാൽ ഇത്തരം പരീക്ഷകളുടെ സുതാര്യതയും കൃത്യതയും ഏറെ പ്രധാനമാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ PSCക്ക് കഴിയണം. PSC പരീക്ഷയിലെ ചോദ്യപേപ്പറുകളുടെ മലയാള വിവർത്തനത്തിലെ ചില കൗതുകങ്ങളും പുറത്തുവരുന്നു. അടിയന്തരാവസ്ഥയെ അത്യാഹിതം എന്ന് പരിഭാഷപ്പെടുത്തുന്നത് പോലെയുള്ളതാണ് ഈ കൗതുകങ്ങൾ. നീറ്റ് UG പരീക്ഷയെക്കുറിച്ച് പരാതി ഉയർന്നപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടാണ് ചില സ്ഥലങ്ങളിൽ പുനഃപരീക്ഷ നടത്തിയത്. ചില കേന്ദ്രങ്ങളിൽ വിജയികളുടെ എണ്ണവും ഉയർന്ന റാങ്കും ക്രമാതീതമായി ഉയർന്നത് സംശയത്തിനിടയാക്കിയിരുന്നു. എങ്കിലും 24 ലക്ഷം പേർ പങ്കെടുത്ത ഈ ദേശീയ മത്സര പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കി പുനഃപരീക്ഷ നടത്താനുള്ള ആവശ്യം സുപ്രീം കോടതി നിരാകരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ച വ്യാപകമായി സംഭവിച്ചു എന്നതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി പുനഃപരീക്ഷ വേണ്ടെന്ന് ഉത്തരവായത്. എന്നാൽ ബീഹാറിലെ പാട്നയിലും ജാർഖണ്ഡിലെ ഹസാരിബാഗിലും നീറ്റ് UG പരീക്ഷ പേപ്പർ ചോർന്നതായി സുപ്രീം കോടതിക്ക് ബോധ്യമായി. CBI സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. റാങ്ക് പട്ടിക ഉടൻ പുതുക്കി പ്രസിദ്ധീകരിക്കുമെന്നാണ് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. പട്ടിക പുതുക്കുമ്പോൾ 1ാം റാങ്കുകാരുടെ എണ്ണം കുറയുമെന്നും കണക്കാക്കുന്നു. ഒരേ മാർക്ക് നേടി 1ാം റാങ്ക് കരസ്ഥമാക്കിയവരുടെ എണ്ണം ഇത്തവണ ക്രമാതീതമായി വർദ്ധിച്ചതും സംശയത്തിന് ഇടയാക്കിയിരുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പുതിയ ക്രമക്കേടുകളും അവയ്ക്കുള്ള ന്യായീകരണങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നാണ് പുതിയത് ഒരെണ്ണം വരുന്നത്. ഗവേഷകരുടെയും അധ്യാപകരുടെയും ഗവേഷണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നിയോഗിച്ചിട്ടുള്ള ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ ഡയറക്ടർ ഡേറ്റ ക്രമക്കേട് നടത്തിയെന്നാണ് പരാതി. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ചാൻസലറായ ഗവർണർ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. +1 പ്രവേശനത്തിന് മതിയായ സീറ്റില്ലെന്ന പരാതി ഉയരുന്ന കേരളത്തിലെ സ്കൂളുകളിൽ അധ്യാപക തസ്തിക നിലനിർത്താൻ കുട്ടികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അധ്യാപക തസ്തിക അംഗീകാരം കുഴഞ്ഞുമറിഞ്ഞു കിടക്കുകയാണിപ്പോൾ. അതിന്റെ പേരിലുള്ള പരാതികളും സമരങ്ങളും കോടതി വ്യവഹാരങ്ങളും ഏറെ. ഇതിനിടെ സർവകലാശാലയുടെ അഫിലിയേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ തമിഴ്നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടക്കുന്ന നിയമന തട്ടിപ്പ് കഥ പുറത്തുവരുന്നു. 350-ലേറെ അധ്യാപകരാണ് ഒരേ സമയം 1-ലേറെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അധ്യാപകരായി ജോലി നോക്കുന്നത്. ഇതിൽ 2 പേർ ഒരേ സമയം 11 കോളേജുകളിൽ അധ്യാപനം നടത്തുന്നുവെന്നാണ് രേഖകൾ. 3 പേർ 10-ലേറെ കോളേജുകളിലും പഠിപ്പിക്കുന്നു. അധ്യാപകർ ഇല്ലെങ്കിൽ കോളേജിന് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ നഷ്ടമാവും. അതിനാണ് ഇത്തരം കൃത്രിമ രേഖകൾ ഉണ്ടാക്കുന്നത്. സന്നദ്ധ സംഘടനയായ അരപ്പോർ ഇയക്കമാണ് ഈ തട്ടിപ്പ് കഥ പുറത്തു കൊണ്ടുവന്നത്. അധ്യാപകരുടെ വിവരങ്ങൾ പരിശോധിക്കുന്ന സർവകലാശാലയുടെ സമിതിയാകട്ടെ ക്രമക്കേടൊന്നും കണ്ടെത്തിയിട്ടുമില്ല. അരപ്പോർ ഇയക്കം പരാതിയുമായി എത്തിയതോടെ സർവകലാശാല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അധ്യാപകർ 1-ലേറെ കോളേജുകളിൽ നിന്ന് ശമ്പളം പറ്റുന്നുണ്ടോ എന്നും പരിശോധിക്കും. വിദ്യാഭ്യാസ നിലവാരം ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ പ്രധാന ഘടകമാണ്. ജോലിക്കായുള്ള സർട്ടിഫിക്കറ്റ് മാത്രമായി അത് മാറരുത്. സ്കൂൾ തലം മുതൽ ഗുണമേന്മ ഉറപ്പുവരുത്തിയും അധ്യയന നിലവാരം നിലനിർത്തിയും മുന്നോട്ടു പോയില്ലെങ്കിൽ നാം വലിയ അപകടത്തിലേക്കാവും കൂപ്പുകുത്തുക. നമസ്കാരം.